തൃശൂരിൽ നിർണായക കൂടിക്കാഴ്ചയുമായി PS ശ്രീധരൻപിള്ള. കൽതായ സുറിയാനി സഭ ആസ്ഥാനത്ത് സഭാധ്യക്ഷൻ മാർ ഔഗീൻ കുര്യാക്കോസുമായി ചർച്ച നടത്തി. സഭാ ട്രസ്റ്റിമാരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. FCRA ഭേദഗതി സംബന്ധിച്ച് ക്രൈസ്തവ സഭകളിൽ അതൃപ്തി തുടരുന്നതിനിടയിലാണ് നിർണായക കൂടിക്കാഴ്ച. FCRA വിഷയങ്ങളിൽ അടക്കം ക്രൈസ്തവ വിശ്വാസികൾക്ക് ആശങ്കകൾ ഉണ്ടെന്നും അവ പരിഹരിക്കാനായിട്ടില്ലെന്നും കൽതായ സുറിയാനി സഭ അധ്യക്ഷൻ മാർ ഔഗീൻ കുര്യാക്കോസ് പറഞ്ഞു. എന്നാൽ FCRA ഭേദഗതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ക്രൈസ്തവ സഭകളെ ലക്ഷ്യമുള്ളതല്ല ഈ നിയമ ഭേദഗതിയെന്നും ശ്രീധരൻപിള്ള മറ്റ് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല. FCRA സംബന്ധിച്ചിടത്തോളം എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ നിയമം വന്നത് വഴി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അത്തരം അതിൻ്റെ ആ മേഖലയിലുള്ള ആളുകൾ കിട്ടിയിരിക്കുന്ന റേഷ്യേറ്റുള്ള ആൾക്കാർ ഹിന്ദുക്കളാണ്. ക്രിസ്ത്യൻ സമുദായം അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തോട് നല്ല ആരോടും അനീതി കാണിക്കും. ജസ്റ്റിസ് ഫോർ ഓൾ, അപ്പീസ്മെൻറ്റ് ഓഫ് നൺ. അപ്പോൾ ആ നിലക്കുള്ള നിലപാടാണ്. ആശങ്കയിൽ അടിസ്ഥാനമില്ല. ഇപ്പോൾ ഒരു ജനാധിപത്യ പരമായിട്ടുള്ള ഒരു രാജ്യത്ത് നമുക്കൊരു ജനസംഖ്യാപരമായിട്ടുള്ള ആ ഒരു സംവരണം അത് കിട്ടേണ്ടത് നമുക്കൊക്കെ ഒരു റൈറ്റല്ല, ഒരു അവകാശമല്ല. പക്ഷേ അത് പലപ്പോഴും കിട്ടാതെ വരുന്ന സമയത്ത് അത് ചോദ്യങ്ങൾ വരാറുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട്, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് വിവരവും അതുപോലെ തന്നെ സാക്ഷരതയൊക്കെ 100% നിൽക്കുന്ന കേരളത്തിൽ ഒരാളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്കെല്ലാം അത് ഉചിതമായ രീതിയിൽ അത് ചിന്തിക്കാനും അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് അവരുടെ ഈ സമ്മതി തന്നെ അവകാശം ഉപയോഗിക്കാനും അവർക്ക് പറ്റും. അതിൽ നമുക്കൊരു രീതിയിലുള്ള സംശയവും. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും ഈ FCRA ഭേദഗതി സംബന്ധിച്ച് ഈ ക്രൈസ്തവ സഭകൾക്കിടയിലും അതൃപ്തി തുടരുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്നാലും ഈ ക്രൈസ്തവ വിശ്വാസികൾ ഈ ഒരു വിഷയത്തിൽ ആശങ്കകൾ ഉണ്ടെന്ന് തന്നെയാണ് ഈ കൽതായ സുറിയാനി സഭ അധ്യക്ഷനായ മാർ ഔഗീൻ കുര്യാക്കോസ് കൂടി പറയുന്നത്. എന്നാൽ ഈ ഭേദഗതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത്, അല്ലേ? തീർച്ചയായും കോർത്തു. ഏകദേശം ഒരു 7:30 മണിയോടെയാണ് PS ശ്രീധരൻപിള്ള കൽതായ സുറിയാനി സഭ ആസ്ഥാനത്ത്, തൃശൂർ നഗരത്തിൽ തന്നെയുള്ള ആസ്ഥാനത്ത് എത്തിയത്. തുടർന്ന് കൽതായ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ ഔഗീൻ കുര്യാക്കോസുമായി കൂടിക്കാഴ്ച നടത്തി. ഏകദേശം 1.5 മണിക്കൂറിലധികം നേരം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അദ്ദേഹം മാത്രമായിരുന്നില്ല, സഭാ ട്രസ്റ്റിമാർ ഉൾപ്പെടെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ശേഷം ചായ സൽക്കാരം, അതായത് സഭ നൽകിയ ചായ സൽക്കാരത്തിലും പങ്കെടുത്ത ശേഷമാണ് ശ്രീധരൻപിള്ള മടങ്ങിയത്. എന്തായാലും ഈ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് ക്രിസ്ത്യൻ സഭകൾക്കുള്ളത്. അത് ഇന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പത്രസമ്മേളനം വിളിച്ചു തന്നെ ആ ഒരു ആശങ്ക വ്യക്തമാക്കിയിരുന്നു. ഈ ആശങ്ക ക്രിസ്ത്യൻ സമൂഹത്തിന് ആകെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ല് ഭേദഗതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശ്രീധരൻപിള്ള ഇത്തരത്തിൽ ഈ കൽതായ സുറിയാനി സഭ ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇതിനുശേഷം ശ്രീധരൻപിള്ള ചർച്ചയ്ക്ക് ശേഷം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ, ഈ ഭേദഗതി ബില്ലിൽ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകും. പ്രധാനമായും ക്രിസ്ത്യൻ സമൂഹത്തിന് എതിരെയുള്ളതല്ല ഈ ബില്ല്. ഭൂരിഭാഗം 80% ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് എതിരെയാണ് ഈ തരത്തിലുള്ള ഒരു ഭേദഗതി ബില്ല് ഉണ്ടാകുന്നത്. എന്തായാലും അവരെയും അവരുടെ ആശങ്കകളും പരിഹരിക്കും. മൊത്തത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കെതിരെയുള്ള ആശങ്കകൾ തരത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും. പരിഹരിക്കാത്തതായി യാതൊരു വിഷയവുമില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ആ ഒരു സാഹചര്യം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിന്തുണ തേടലും കൂടിയും ഈ കൂടിക്കാഴ്ചയുടെ പിന്നിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പ്രത്യക്ഷത്തിൽ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജൻ ജെ പല്ലന് സിറോ മലബാർ സഭ അല്ലെങ്കിൽ തൃശൂർ അതിരൂപത പിന്തുണ പരോക്ഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ തൃശൂർ അതിരൂപതയെ മാറ്റി കൽതായ സുറിയാനി സഭയുടെ പിന്തുണ തേടുക, പത്മജ വേണുഗോപാലിനായി പിന്തുണ തേടുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ട്. സിറോ മലബാർ സഭ അല്ലാത്ത ഇതര
സഭകളുടെ പിന്തുണ കൂടി തേടുക എന്നുള്ളൊരു കാര്യം കൂടി ഈ കൂടിക്കാഴ്ചയിലുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും ശ്രീധരൻപിള്ള പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ FCR ബില്ലുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും വേണ്ട, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ആണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്, അതായത് കൽദായ സുറിയാനി സഭയ്ക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസിന്റെ ഒരു പ്രതികരണവും അതേ സമയത്ത് തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. എന്തായാലും ക്രൈസ്തവരുടെ ഈ വിഷയങ്ങളിലുള്ള ആശങ്ക ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ക്രൈസ്തവരെ തുടർച്ചയായ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി രാജ്യത്തുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്, അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് പല രാഷ്ട്രീയ പാർട്ടികളും പല അജണ്ടകളുമായി ഇത്തരത്തിൽ മേലധ്യക്ഷന്മാരുടെ അരമനകളിൽ എത്താറുള്ളത് പതിവാണ്. എന്നാൽ ഈ ഒരു കൂടിക്കാഴ്ച അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കാണേണ്ടതില്ല, തികച്ചും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ശ്രീധരൻപിള്ളയുടെ എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളാണ്, ഉന്നതമായി ചിന്തിക്കുന്ന ആളുകളാണ്. അവർക്ക് കൃത്യമായി അറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പരോക്ഷമായി പറഞ്ഞാൽ ഈ സന്ദർശനത്തിലൂടെ വോട്ട് നേടാമെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആളുകൾക്ക് കൃത്യമായി അറിയാം അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, അത് അവർ കൃത്യമായി വിനിയോഗിക്കും എന്ന് തന്നെയാണ് ഔഗിൻ പിതാവ് എന്തായാലും മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ചർച്ച വരും ദിവസങ്ങളിലും മറ്റ് മതമേലധ്യക്ഷന്മാരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളൊരു കാര്യം കൂടി PS ശ്രീധരൻപിള്ള പറഞ്ഞു വെച്ചു. അതായത് ആൻഡ്രൂസ് താഴത്ത് പിതാവുമായി കൂടിക്കാഴ്ച നടത്തും, മറ്റ് മതമേലധ്യക്ഷന്മാരുമായും വരും ദിവസങ്ങളിൽ ഈ FCR ബിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ കൂടി പരോക്ഷത്തിൽ പറഞ്ഞു വെച്ചുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ ബിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാർത്തു. ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.